എല്ലാ സിനിമയും പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പില്ല. ഒരു പരീക്ഷയിൽ പാസ്സായിട്ട് നമ്മൾ ആ ഉത്തരങ്ങൾ മുഴുവനും പിന്നീട് എഴുതി വയ്ക്കുന്ന ഒരു സംഗതിയല്ലല്ലോ ഇത്. എല്ലാം പുതിയതാണ്, നമുക്ക് അറിഞ്ഞുകൂടാ ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്തു, ഒരു സിനിമ വിജയിച്ചു. ആ വിജയിച്ചത് അതേ ഫോർമാറ്റ്, അതേ കഥ, അതേ തിരക്കഥയിൽ ഉണ്ടാവുന്ന വരുമ്പോൾ ഇതെന്തിനാണ് ഇത് മറ്റേ സിനിമയല്ലേ എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ വിജയ ശതമാനം ഇങ്ങനെയല്ല. ഒരു സിനിമയ്ക്ക് എപ്പോഴും വിജയ ശതമാനം 10% വിജയമുള്ളൂ. 90% പരാജയ സാധ്യതകളും 10% വിജയ സാധ്യതകളും മാത്രമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. അപ്പോൾ ഓരോ കഥയും ഓരോ സിനിമയും നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇല്ല. ഒരു പ്രാവശ്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ കൂട്ട് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വീണ്ടും അതുപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നല്ലല്ലോ സിനിമ. അതൊരു വേറെതരം ഒരു ക്രാഫ്റ്റ് അല്ല. ടെക്നിക്കലി എല്ലാം ഒരുപോലെ ആയിരിക്കും, പക്ഷേ അതിനൊരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ. ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പുതിയതാണ്. അതിനകത്തുള്ള കഥാസന്ദർഭങ്ങൾ, അതിൻ്റെ ഒരു ഗ്രാഫ് എല്ലാം വേറെയാണ്. അതുകൊണ്ട് എല്ലാ സിനിമകളും പരീക്ഷണങ്ങൾ തന്നെയാണ്. എൻ്റെ എല്ലാ സിനിമകളും പരീക്ഷണങ്ങളാണ്, ഈ സിനിമയും പരീക്ഷണമാണ്. കാരണം ആൾക്കാരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കൂട്ടമായിരുന്ന് രസിക്കാൻ വേണ്ടിയിട്ടും ചിരിക്കാൻ വേണ്ടിയിട്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണ്. അതല്ലാതെ ഇതൊരു ഫിലോസഫിക്കൽ സിനിമയോ ഒരു ഇൻ്റലക്ച്വൽ സിനിമയോ ദുർഗ്രാഹ്യമായ സിനിമയോ ഒന്നുമല്ല. ഇത് ആളുകൾക്ക് കണ്ട് രസിക്കാൻ വേണമെങ്കിൽ രസിക്കാം, ചിരിക്കാം, വിമർശിക്കാം, ചർച്ച ചെയ്യാം. അതിനൊക്കെ ഉള്ള സാധ്യതകളുള്ള സിനിമയാണ്. കൊമേഴ്സ്യലാണ്. ഇത്രയും ഒരു എളുപ്പം ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കുറേ അധികം റിസർച്ച് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തതെന്ന് പറഞ്ഞു. അപ്പം അതെന്തുകൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ട് അതിനെ കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? എല്ലാ സിനിമയെ കുറിച്ചും ഞാൻ റിസർച്ച് ചെയ്യാതെ, കാരണം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരു സിനിമാ സംവിധായകൻ ഒരു സെറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സ് ചോദിക്കും, ഞാൻ ഇങ്ങനെ തന്നെയാണോ പെർഫോം ചെയ്യേണ്ടത്? ഈ ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെ ഈ കഥാപാത്രം ഡയലോഗ് പറയാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ കഥാപാത്രം ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് പലതരം ചോദ്യങ്ങൾ ഈ സെറ്റിലുള്ള ആർട്ട് ഡയറക്ടർ നമ്മൾ ചോദിക്കും. ഈ ആർട്ട് പ്രോപ്പർട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കൃത്യമാണോ, കറക്റ്റാണോ? ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, ആക്ടേഴ്സ്, ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാ സമയത്തും എല്ലാ ചോദ്യങ്ങളും എല്ലാ തരത്തിലുള്ള ടെക്നീഷ്യൻസും നമ്മളോട് ചോദിക്കും, ഇതിങ്ങനെയാണോ, ഇതിങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ അതങ്ങനെയാണ്, അതങ്ങനെ വേണ്ട, യെസ് ഓർ നോ ഒരു സംവിധായകൻ പറയണം. അത് തെറ്റായാലും ശരിയായാലും ആ യെസ് ഓർ നോ പറയണമെങ്കിൽ മിനിമം നമുക്കൊരു ധാരണ വേണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ യെസ്സും നോയും നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഈ സിനിമയെല്ലാം ഞാൻ എന്ത് സിനിമയെക്കുറിച്ച് ചെയ്താലും ആ പഠനമില്ലാതെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മൊത്തം എൻ്റെ ഇമാജിനേഷനിലുള്ള കാര്യമായി. ആ ഇമാജിനേഷനിലുള്ള കഥ പറയുമ്പോഴും ആ ലോജിക് വൈസുള്ള ആൻസേഴ്സ് ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്. അറിവില്ലാതെ പറ്റില്ല, അറിവ് ശേഖരിക്കാതെ പറ്റില്ല.